നമ്മൾ പഠിച്ചത് ഹിയറിങ്ങിന് വരുന്ന ഭാഗങ്ങളാണ്. ഇന്നർ ഇയറിൽ വരുന്ന ഓഡിറ്ററി ഫങ്ഷനിങ് ചെയ്യുന്ന പാർട്സാണ്. ഇനി അതിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഭാഗമാണ് വെസ്റ്റിബ്യൂലാർ ഓർ ബാലൻസ് സിസ്റ്റം. അതായത് നമുക്കറിയാം ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ഓഡിഷന് മാത്രം വേണ്ടിയിട്ടുള്ളതല്ല, ബാലൻസിന് കൂടെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. വെസ്റ്റിബ്യൂലാർ ഓർ ബാലൻസ് സിസ്റ്റം എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഈ ബാലൻസ് പാർട്ട് ഓഫ് ഇയറിനെ, അതായത് ബാലൻസിന് വേണ്ടിയിട്ട് ഇയറിൽ വരുന്ന പാർട്ടിനെയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് വെസ്റ്റിബ്യൂലാർ അപ്പാരറ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റിബ്യൂലാർ അപ്പാരറ്റസ്. ഈ വെസ്റ്റിബ്യൂലാർ അപ്പാരറ്റസിലെ 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട് ലൊക്കേറ്റഡ് വിത്തിൻ ദ ഇന്നർ ഇയർ. ഇന്നർ ഇയറിൽ വരുന്ന 3 സെമി സർക്കുലർ കനാൽസ്. പേര് സെമി സർക്കുലർ കനാൽ എന്നാണ്. അതുപോലെ തന്നെ പകുതി സർക്കിൾ ആയിട്ടുള്ള കനാൽസാണ്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ കാണിച്ചു തരാം. ഈ ഫോട്ടോ നോക്കാം. ഇതിൽ വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്ന പകുതിയുള്ള 3 ഭാഗങ്ങൾ കണ്ടില്ലേ, ഇതിനെയാണ് സെമി സർക്കുലർ കനാൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെമി സർക്കുലർ കനാലിൻ്റെ മെംബ്രേനിയസ് ലെബ്രിന്തിലെ എൻഡോലിംഫാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ബോണി ലെബ്രിന്തിൽ പെരിലിംഫും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇങ്ങനെ 3 സെമി സർക്കുലർ കനാൽസ് ഇന്നർ ഇയറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ വരുന്ന 2 പാർട്സാണ് യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ. ഇതിൽ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കോക്ലിയ. ഇതാണ് മെയിനായിട്ടും ഇന്നർ ഇയറിൽ വരുന്നത്. ഇതിൽ യൂട്രിക്കിൾ സാക്യൂളും പിന്നെ സെമി സർക്കുലർ കനാൽസും കൂടെ കൂടിയിട്ടുള്ളതാണ് ബാലൻസിന് വരുന്ന വെസ്റ്റിബ്യൂലാർ അപ്പാരറ്റസ്. ഓക്കെ, വെസ്റ്റിബ്യൂലാർ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻറ്റെയിൻ ബാലൻസ്. അതേപോലെ ഈ ബാലൻസിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റിഗാർഡ്ലെസ് ഓഫ് ഹെഡ് പൊസിഷൻ ഓർ ഗ്രാവിറ്റി. അതായത് ഗ്രാവിറ്റീൻ്റെയോ അല്ലെങ്കിൽ ഹെഡ് പൊസിഷൻ്റെയോ ഇത് നോക്കാതെ അത് ഐ മൂവ്മെൻറ്റിനനുസരിച്ച് ഐ മൂവ്മെൻറ്റിനോട് കൂട്ടിച്ചേർന്നിട്ട് അതേപോലെ സൊമാറ്റോ സെൻസറി ഇൻപുട്ടിൽ നിന്നും കൂടെ ഉള്ളത് വെച്ചിട്ടാണ് നമ്മുടെ ഇയറിൽ ബാലൻസ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കുറേ ഒന്നും വേണ്ട, ജസ്റ്റ് ഓരോന്നും. അതിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞത് വെസ്റ്റിബ്യൂൾ എന്നാണല്ലോ. ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്താ പറയുക, വെസ്റ്റിബ്യൂൾ എന്ന് പറയും, വെസ്റ്റിബ്യുലാർ അപ്പാരറ്റസ് എന്ന് പറയും. യൂട്രിക്കിൾ സാക്യൂൾ സെമി സർക്കുലർ കനാൽ, ഇതാണ് വെസ്റ്റിബ്യുലാർ സിസ്റ്റം. വെസ്റ്റിബ്യൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണി ലെബ്രിന്തിൻ്റെ സെൻട്രൽ പോർഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നർ ഇയറിന് 2 പാർട്സാണുള്ളത്, ബോണി ലെബ്രിന്താണ് മെംബ്രേനി ലെബ്രിന്ത് എന്ന്. അപ്പോൾ ബോണി ലെബ്രിന്തിൻ്റെ സെൻട്രൽ പോർഷനാണ് വെസ്റ്റിബ്യൂൾ. ഈ വെസ്റ്റിബ്യൂളിൽ വെസ്റ്റിബ്യൂലാർ വിൻഡോയാണ് നമ്മുടെ ഓവൽ വിൻഡോ. ഈ വെസ്റ്റിബ്യൂളിലാണ് ഓവൽ വിൻഡോയും അതേപോലെ സ്റ്റേപ്പിസിനോട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓവൽ വിൻഡോ കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ആൻഡ് കോക്ലിയർ റൗണ്ട് വിൻഡോ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് റൗണ്ട് വിൻഡോയും എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ മെംബ്രേനിയസ് ലെബ്രിന്തിൻ്റെ വെസ്റ്റിബ്യൂളിലെ മെംബ്രേനിയസ് ലെബ്രിന്തിൽ 2 കണക്റ്റഡ് സാക്സ് ഉണ്ട്. അതിനെയാണ് യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ എന്ന് പേരുള്ള 2 കണക്റ്റഡ് ആയിട്ടുള്ള സാക്സ് ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു വെസ്റ്റിബ്യൂളിൽ വരുന്ന യൂട്രിക്കിളും സാക്യൂളും പിന്നെ അതേപോലെ സെമി സർക്കുലർ കനാലും കൂടെ കൂടിയിട്ടാണല്ലോ ആ സിസ്റ്റം. അപ്പോൾ യൂട്രിക്കിൾ സാക്യൂൾ എന്നുള്ളത് ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാക്യൂൾ കണ്ടിട്ടില്ലേ, ഇതിലെ പിക്ചറിൽ ബ്ലൂ കളറ്, അതേപോലെ യൂട്രിക്കിൾ 2 സാക്ക് പോലത്തെ സ്ട്രക്ചറാണ്. അതിൻ്റെ അറ്റത്ത് ഒന്ന് യൂട്രിക്കിൾ ആൻഡ് സാക്യൂൾ. യൂട്രിക്കിൾ സാക്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 കണക്റ്റഡ് സാക്സ് ബ്ലൂ കളറിൽ നമ്മൾ മാർക്ക് ചെയ്തത് കണ്ടിട്ടുണ്ടാവും. അത് ഉണ്ട്.
ഇനി യൂട്രിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാക്യൂളിനേക്കാളും വലുതാണ്. അതുപോലെ തന്നെ നമ്മുടെ വെസ്റ്റിബ്യൂളിൻ്റെ ഫസ്റ്റ് പറഞ്ഞ വെസ്റ്റിബ്യൂളിൻ്റെ അപ്പർ പാർട്ടിൽ അപ്പർ ബാക്ക് പോർഷൻ വെസ്റ്റിബ്യൂളർ പാർട്ടിൻ്റെ അപ്പർ ബാക്ക് സൈഡിലെ ബാക്ക് പൊസിഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. യൂട്രിക്കിൾ ആൻഡ് സാക്യൂള് ബാക്ക് ഭാഗത്താണ്. അതേപോലെ യൂട്രിക്കിൾ ആൻഡ് സാക്യൂള് രണ്ടും സെൻസിറ്റീവ്, രണ്ടും ഗ്രാവിറ്റിയോടും ലീനിയർ മൂവ്മെൻറ്റിനോടും നമ്മുടെ ഹെഡിൻ്റെ ലീനിയർ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ഹെഡിൻ്റെ ആക്സിലറേഷനോടും ഗ്രാവിറ്റിയോടും സെൻസിറ്റീവായിട്ടുള്ള റിസപ്റ്റേഴ്സ് യൂട്രിക്കിളിലും സാക്യൂളിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വെസ്റ്റിബ്യൂളിനെ കുറിച്ച് ഫസ്റ്റ് പറഞ്ഞു ജസ്റ്റ്. ഈ വെസ്റ്റിബ്യൂളർ സിസ്റ്റത്തിൽ അടുത്തതായിട്ട് വരുന്നത് സെമി സർക്കുലർ കനാൽസാണ്. സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റിബ്യൂളിൻ്റെ പോസ്റ്റീരിയർ ഭാഗത്ത് 3 ബോണി സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിക്ചർ ഞാൻ കാണിച്ചു തന്നു, 3 സെമി സർക്കുലർ കനാൽസ് പൊസിഷൻഡ് അറ്റ് നിയർലി റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ. ആ പിക്ചർ കണ്ടില്ലേ, അതിൽ 3 സെമി സർക്കുലർ കനാൽസിനെ നോക്കിക്കഴിഞ്ഞാൽ 3ഉം പരസ്പരം 90 ഡിഗ്രിയിലാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി സെമി സർക്കുലർ കനാൽസ്, ദ തിന്നർ സെമി സർക്കുലർ ഡെക്സ് ഫോം ദ മെംബ്രേനിയസ് ലെബ്രിന്ത് വിത്തിൻ ദ സെമി സർക്കുലർ കനാൽസ്. സെമി സർക്കുലർ കനാൽസിൻ്റെ ഉള്ളിൽ ഒരു മെംബ്രേനിയസ് ലെബ്രിന്ത് ഉണ്ട്. അത് വളരെ തിന്നായിരിക്കും. അതിനാണ് നമ്മൾ മെംബ്രേനിയസ് ലെബ്രിന്ത് എന്ന് പറയുന്നത്. ഈ മെംബ്രേനിയസ് ലെബ്രിന്തിൽ എൻഡോ ലിംഫാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ 3 സെമി സർക്കുലർ ഡെക്സിൻ്റെയും ഓരോന്നിലും എന്തുണ്ട്, ഒരു മെംബ്രേനിയസ് ആംബുല ഉണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു വീർത്ത ഭാഗമുണ്ട്, മെംബ്രേനിയസ് ആംബുല. കണ്ടോ, ഈ സെമി സർക്കുലർ കനാലിൻ്റെ മെംബ്രേനിയസ് ലെബ്രിന്തിൻ്റെ അറ്റത്തായിട്ട് ഒരു ആംബുല ഓഫ് സെമി സർക്കുലർ കനാൽ മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെംബ്രേനിയസ് ആംബുല ഉണ്ട് അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ, ആൻഡ് കണക്ട്സ് വിത്ത് ദ അപ്പർ ബാക്ക് പാർട്ട് ഓഫ് ദ യൂട്രിക്കിൾ. യൂട്രിക്കിളിൻ്റെ അപ്പർ ബാക്ക് പാർട്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആംബുല കണക്റ്റ് ചെയ്യുന്നുണ്ട്. ആ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, അത് പരസ്പരം കണക്റ്റഡായി പോകുന്നുണ്ട്. ഇനി ഈ സെമി സർക്കുലർ ഡെക്സിലുള്ള റിസപ്റ്റേഴ്സ് ആംഗുലാർ ആക്സിലറേഷനോടും ആംഗുലാർ ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഓഫ് ദ ഹെഡിനോടും എന്താണ്, സെൻസിറ്റീവാണ്. അതായത് നമ്മൾ തല തിരിക്കുമ്പോൾ, തല വട്ടത്തിൽ കറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ആംഗുലാർ ആക്സിലറേഷൻ, അതിനനുസരിച്ച് വരുന്ന ആംഗുലാർ ആക്സിലറേഷനോടും, ഡീസിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം കുറഞ്ഞു വരുന്ന, അതായത് നെഗറ്റീവായിട്ട് വരുന്ന ഇതിനെയാണ് നമ്മൾ ഡീസിലറേഷൻ എന്ന് പറയുക. ആക്സിലറേഷന് മൈനസ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മളതിന് ഡീസിലറേഷൻ എന്നൊക്കെ പറയുന്നത് പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ആക്സിലറേഷനോടും ഡീസിലറേഷനോടും എന്താണ്, സെൻസിറ്റീവാണ് ഈ ഒരു സെമി സർക്കുലർ കനാലിൻ്റെ സെമി സർക്കുലർ ഡെക്സിലുള്ള റിസപ്റ്റേഴ്സ് ഇതിനോട് എന്താണെന്നാണ് പറഞ്ഞത്, ഇതിനോട് സെൻസിറ്റീവാണ് എന്നാണ് പറയുന്നത്. അതായത് ആംഗുലർ ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഓഫ് ഹെഡ് ഇൻ ദ റൊട്ടേഷൻ മോഷൻ. അതായത് മോഷനിലാവുമ്പോൾ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീനിയർ മൂവ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റത്തെ ഭാഗത്ത് വെസ്റ്റിബ്യൂൾ നമ്മൾ ആദ്യം പറഞ്ഞ യൂട്രിക്കിൾ സാക്യൂൾ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ രണ്ടുണ്ടല്ലോ, അതിൽ നമ്മൾ പറഞ്ഞ ശരിക്കും ലീനിയർ മൂവ്മെൻറ്റിലാണ് അവിടെ ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു കൺട്രോൾ വരുന്നത്. പക്ഷേ ഇതിലെ ആംഗുലാർ മൂവ്മെൻറ്റിൽ സെമി സർക്കുലർ ഡെക്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സെമി സർക്കുലർ കനാൽസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റ്സിനെയും ഈ ഒരു വെസ്റ്റിബുലർ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു വെസ്റ്റിബുലർ സിസ്റ്റം അല്ലെങ്കിൽ ബാലൻസ് സിസ്റ്റം ഓഫ് ഇയർ.